ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇതുവരെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും നന്ദി. തുടർന്നും എൻ്റെ ചാനലിലെ വീഡിയോസൊക്കെ എല്ലാവരും കാണണം, ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. അപ്പോൾ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു ക്രാഫ്റ്റ് വീഡിയോ ആയിട്ടാണേ. അപ്പോൾ നമ്മുടെ കേക്ക് ബോർഡ്, ഇനി ഈ ഒരു കേക്ക് ബോർഡ് കൂടെ കഴിഞ്ഞാൽ എൻ്റെ കയ്യിലുള്ള കേക്ക് ബോർഡെല്ലാം കഴിഞ്ഞു കേട്ടോ. അപ്പോൾ നമുക്ക് ചെറിയൊരു ക്രാഫ്റ്റ് ചെയ്യാം. അതിന് വേണ്ടിയിട്ട് നമുക്ക് കുറച്ച് ബഡ്സ് വേണം, പിന്നെ കുറച്ച് നമ്മുടെ അക്രിലിക്കിൻ്റെ പെയിൻറ്റുകൾ വേണം, പിന്നെ ഒരു ഫെവിക്കോൾ വേണം. അപ്പോൾ ഇത്രയും കാര്യങ്ങളൊക്കെ കൊണ്ട് നമുക്കൊരു ഫ്ലവർ എങ്ങനെ ചെയ്തെടുക്കുന്നത് നോക്കിയാലോ. ബയോ. അപ്പോൾ ഇതേ നമ്മളൊരു കേക്ക് ബോർഡ് എടുത്തിട്ടുണ്ട്. അതിൽ നമ്മളൊരു ബ്ലാക്ക് കളർ ബേസ് കൊടുത്ത് എടുക്കാനായിട്ട് പോവുകയാണേ. അപ്പോൾ ഇത് അക്രിലിക് കളറാണ്. നമ്മൾ വെള്ളം ഒട്ടും ചേർക്കാതെ വേണം അടിച്ചു കൊടുക്കാൻ, ഡയറക്റ്റായിട്ട് അങ്ങ് അടിച്ചു കൊടുക്കണം. അപ്പോൾ ഇത് ഞാൻ എപ്പോഴും കാണിക്കുന്നതുകൊണ്ട് ഫുൾ അടിക്കുന്ന വീഡിയോ ഞാൻ കാണിക്കുന്നില്ല. ഇതുപോലെ നമ്മളൊന്ന് അടിച്ചെടുക്കണം. ഇനി അടുത്തായിട്ട് നമ്മൾ ബഡ്സിനൊന്ന് പെയിൻറ്റ് കൊടുക്കാനായിട്ട് പോവുകയാണ്. അപ്പം ഒരു ഫ്ലവർ ചെയ്യാൻ ഏകദേശം 5 ബഡ്സാണ് നമുക്ക് വേണ്ടത്. അപ്പോൾ അതിൻ്റെ 2 സൈഡിലായിട്ട് നമുക്ക് പെയിൻറ്റ് ചെയ്തെടുക്കണം. കണ്ടോ, അങ്ങനെ പെയിൻറ്റ് ചെയ്തിട്ട് 2 സൈഡിലും പെയിൻറ്റ് ചെയ്തിട്ട് നമുക്കതൊന്ന് ഉണങ്ങാനായിട്ട് മാറ്റി വയ്ക്കണം. അപ്പോൾ എൻ്റെ കയ്യിലുള്ള കുറച്ച് കളറുകൾ ഞാൻ കൊടുക്കുകയാണ്. പിങ്ക്, റെഡ്, യെല്ലോ, ബ്ലൂ, ആ ഒരു ഓറഞ്ച് കളറ്, പിന്നെ ആ ഒരു പർപ്പിൾ കളർ, ഇത്രയും കളറുകളാണ് ഞാൻ കൊടുത്തെടുക്കുന്നത്. അപ്പോൾ ഏകദേശം ഒരു ഫ്ലവർ ചെയ്യാനായിട്ട് നമുക്ക് 5 ബഡ്സ് വേണം. അപ്പം 4-5 ഫ്ലവേഴ്സ് ഞാനിപ്പോൾ ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ വീട്ടിലുള്ള പഴകിയ ബഡ്സൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അതെടുത്താൽ മതി. അപ്പോൾ ഇപ്പം ബഡൊന്നും ചെവിയിലിടാനായിട്ട് പറ്റത്തില്ലല്ലോ. അപ്പോൾ അങ്ങനെ അതുകൊണ്ട് ഇവിടെ ഇരുന്ന ബഡ്സ് ഞാൻ കളയണ്ടെന്ന് ഓർത്ത് പിന്നെ അങ്ങനെ ഒരു ക്രാഫ്റ്റ് ചെയ്യാം എന്ന് വിചാരിച്ചു. അപ്പോൾ അത് നിങ്ങളെ കൂടെ കാണിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ കണ്ടോ, കളറുകളൊക്കെ ചെയ്തെടുക്കുകയാണെങ്കിൽ അത് നല്ലതായിട്ട് ഉണങ്ങണം. അതിന് ശേഷം നമുക്കതൊന്ന് കട്ട് ചെയ്തെടുക്കാനായിട്ട് പറ്റത്തുള്ളേ. നമ്മൾ കട്ട് ചെയ്തിട്ടാണ് ഫ്ലവറിൻ്റെ ഷേപ്പിൽ നമ്മൾ ഒട്ടിച്ചു കൊടുക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ ഇതെല്ലാം ഒന്ന് പെയിൻ്റ് അടിച്ചിട്ട് നമുക്ക് ഉണങ്ങാനായിട്ട് മാറ്റി വയ്ക്കാം. അപ്പോൾ ഉണങ്ങി കിട്ടിയിട്ടുണ്ട് കണ്ടോ. ഇനി ഇതിൻ്റെ 2 സൈഡ് നമ്മൾ കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ ഏകദേശം 10 പെറ്റലോളം നമുക്ക് കിട്ടും. 5 ബഡ്സ് അല്ലേ നമ്മൾ എടുത്തിരിക്കുന്നത്. അപ്പോൾ 2 സൈഡും കട്ട് ചെയ്ത് കണ്ടോ, ഇത്രയും ഷേപ്പിലായിട്ട് നമ്മൾ കട്ട് ചെയ്തെടുത്താൽ മതി. ആ ഒരു ഷേപ്പ് മാത്രമേ നമ്മൾ ഉപയോഗിക്കുന്നുള്ളൂ, നടുക്കത്തെ ആ തണ്ട് നമ്മൾ ഉപയോഗിക്കുന്നില്ല. അപ്പോൾ നല്ലതായിട്ട് ഉണങ്ങി എല്ലാം കട്ട് ചെയ്തെടുത്തിട്ട് ഈ ഷേപ്പിലാണ് കിട്ടുന്നത്. കുറച്ചുകൂടെ നീളമായിട്ട് വേണ്ടവർക്ക് കുറച്ചുകൂടെ താഴ്ത്തി പെയിൻറ്റ് ചെയ്തിട്ട് അങ്ങനെ നീളത്തിൽ കട്ട് ചെയ്തെടുക്കുക വേണമെങ്കിൽ അങ്ങനെയും ചെയ്യാം കേട്ടോ. ഇനി ഇതെല്ലാം നമുക്കൊന്ന് ഒട്ടിച്ചു കൊടുക്കണം. അതിന് ഞാൻ ഫെവിക്കോളിൻ്റെ പശയാണ് എടുക്കുന്നത്. അപ്പോൾ ഫെവിക്കോൾ ഒന്ന് റൗണ്ടിൽ തേച്ച് കൊടുത്തിട്ട് ആ ഒരു പെറ്റലിൻ്റെ ഷേപ്പിലെല്ലാം നമുക്കൊന്ന് ആ ബഡൊന്ന് അറേഞ്ച് ചെയ്ത് കൊടുക്കണം. ഇനി നമ്മൾ ഇത് ഒട്ടിത്തീരുന്നതിന് മുമ്പായിട്ട് നമ്മൾ എങ്ങനെ വേണമെങ്കിലും നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് നീക്കിയൊക്കെ കൊടുക്കാം. നമ്മൾ ഒത്തിരി ഗ്യാപ്പ് വരാതെ ആ ഒരു രീതിയിലൊക്കെ നമുക്കൊന്ന് അഡ്ജസ്റ്റ് ചെയ്തെടുക്കാമേ. പെട്ടെന്ന് അങ്ങനെ ഒട്ടത്തില്ലല്ലോ. അപ്പോൾ ഒട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ നമുക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല. അതുകൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കുക. നടുക്ക് കുറച്ച് ഫെവിക്കോൾ ചേർത്തിട്ട് ഒരു തെർമോക്കോളിൻ്റെ ഒരു ബോൾ നമ്മൾ ഒട്ടിച്ചു കൊടുക്കുക. ഇനി അതല്ല നിങ്ങളുടെ കയ്യിൽ വൈറ്റ് എന്തെങ്കിലും ഇതുപോലുള്ള തെർമോക്കോളിൻ്റെ ബോളാണെങ്കിൽ അത് ഒട്ടിച്ചു കൊടുത്താലും മതി. പിന്നെ അല്ലെങ്കിൽ അത് പറ്റത്തില്ലെങ്കിൽ ബ്രൗൺ കളർ വല്ലതും ഉണ്ടെന്നുണ്ടെങ്കിൽ അതൊന്ന് അടിച്ചു കൊടുത്താൽ മതി. ഇനി അതല്ല വേറെ എന്തെങ്കിലും മുത്തോ അങ്ങനെ മാലയുടെയൊക്കെ മുത്തൊക്കെ ആണെങ്കിലും അതാണെങ്കിലും ഒട്ടിച്ചു കൊടുത്താൽ മതിയാവും. അപ്പോൾ നമുക്കിതെല്ലാം ഒന്ന് ഒട്ടിച്ചെടുക്കണം. ഏകദേശം ഒരു 4-5 എണ്ണം ഞാൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ കുറച്ച് ഗ്യാപ്പ് വിട്ടിട്ട് നമുക്കൊന്ന് ഒട്ടിച്ചു കൊടുക്കണം. ഈ ഫെവിക്കോൾ ഇങ്ങനെ വെളുത്ത് കാണുമെങ്കിലും കുറച്ച് കഴിയുമ്പോൾ അത് ഡ്രൈ ആയി കഴിയുമ്പോൾ ട്രാൻസ്പെറൻ്റ് ആയിക്കോളൂ. അത് കുഴപ്പമൊന്നുമില്ല, വെളിയിലൊന്നും കാണത്തൊന്നുമില്ല, വൃത്തികേടൊന്നും വരത്തില്ല, നന്നായിട്ട് തന്നെ ഇരുന്നുള്ളൂ. അപ്പം അതുമെല്ലാം ഒന്ന് നമ്മൾ വീണ്ടും കണ്ടോ യെല്ലോ കളറിൽ അത് വെച്ചിട്ട് ഒന്ന് ഒട്ടിച്ചെടുക്കുകയാണ്. എൻ്റെ കയ്യിൽ ആ തെർമോക്കോൾ ബോൾ ഇരുന്നതുകൊണ്ടാണ് ഞാനത് ചെയ്യുന്നത് കേട്ടോ. ഇനി അല്ലെങ്കിൽ മിറർ ഉണ്ടെങ്കിൽ ചെറിയ റൗണ്ട് മിററൊക്കെ കിട്ടത്തില്ലേ വാങ്ങിക്കാൻ, അപ്പോൾ അതിലത്തെ ഉണ്ടെങ്കിൽ അതൊട്ടിച്ചാലും മതിയാവും കേട്ടോ. നമുക്കിനി അതിൽ 10 എണ്ണമാണ് ഞാനിപ്പോൾ ഇവിടെ എടുത്തിരിക്കുന്നത്. ഇനി അതല്ല കുറച്ചുകൂടെ എടുക്കണമെങ്കിൽ അങ്ങനെ എടുക്കാം. പക്ഷേ ഇത്രയും ഒരു ഗ്യാപ്പ് വന്ന രീതി ചെയ്യുന്നതായിരിക്കും കുറച്ചുകൂടെ നല്ലത് കേട്ടോ. ഇനി അതല്ല ഗ്യാപ്പൊന്നും ഇല്ലാതെ നല്ലതായിട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടെ ഒരു 5 എണ്ണം കൂടെ ഒക്കെ ഒന്ന് എടുത്താൽ മതിയാവും. ഇനി നമ്മൾ ആ ഒരു മഞ്ഞ കളറിലേതും കൂടെ ഒട്ടിച്ചാൽ നമ്മൾ ഇത്രയും പെയിൻറ്റ് ചെയ്തതെല്ലാം ഒട്ടിച്ച് കഴിയും കേട്ടോ. ഇത് കണ്ടോ, നമ്മൾ പക്ഷേ ഒട്ടുന്നതിന് മുമ്പായിട്ട് നമുക്കൊന്ന് അഡ്ജസ്റ്റ് ചെയ്ത് വെക്കാൻ പറ്റുന്ന പോലെ ഒട്ടിച്ച് വയ്ക്കാം. കണ്ടോ, നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഒന്ന് നീക്കി ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കാം. ഇനി കണ്ടോ മഞ്ഞയും കൂടെ ഒട്ടിച്ചെടുത്തപ്പോൾ മൊത്തത്തിൽ ഒട്ടിച്ച് കഴിഞ്ഞപ്പോൾ ഇങ്ങനെയാണ് വന്നിരിക്കുന്നത്. ഇനി അത് നല്ലതായിട്ട് ഉണങ്ങിയതിന് ശേഷം നമ്മൾ ഒരു പച്ച കളറിലെ പെയിൻറ്റ് എടുത്തിട്ട് നമ്മളൊരു തണ്ട് പോലെ ഒന്ന് ജസ്റ്റ് വരച്ച് കൊടുക്കുന്നുണ്ട്. കാര്യം പൂക്കൾ മാത്രമായിട്ടിരുന്നിട്ടൊരു ഭംഗിയില്ലല്ലോ. അപ്പോൾ നമുക്കതിന് കുറച്ച് തണ്ടും കുറച്ച് ഇലകൾ പോലൊക്കെ ഒന്ന് വരച്ച് കൊടുക്കാം. അപ്പോൾ കുറച്ചുകൂടെ നന്നായിട്ടുണ്ടാകും കേട്ടോ. അപ്പോൾ ആ ഒരു വെറുതെ ചുമ്മാ താഴോട്ടങ്ങ് കണ്ടോ ഇങ്ങനെ അങ്ങ് വരച്ചാൽ മതിയാവും. അത് കഴിഞ്ഞ് 2 സൈഡും വെറുതെ ഒന്ന് ബ്രഷ് കൊണ്ട് തന്നെ ഒന്ന് വിചാരിച്ച് ഒന്ന്
ഷേപ്പ് ചെയ്തൊന്ന് എടുത്താൽ മതി. ഒരു ലീഫിനെ പോലെ തന്നെ ഒന്ന് ഷേപ്പ് ചെയ്തൊന്ന് എടുത്താൽ മതിയാവും. കണ്ടോ, നമ്മൾ അതിനെല്ലാം തണ്ട് വരച്ച് കൊടുക്കണം. ഇനിയിപ്പോൾ ഗ്യാപ്പുള്ള ഭാഗത്തൊക്കെ കുറച്ച് ഗ്രീൻ കളർ നല്ലതായിട്ടൊന്ന് ഫില്ല് ചെയ്ത് കൊടുക്കണം കേട്ടോ. അതിനുശേഷം നമ്മൾ എല്ലാത്തിനും ഇല വരച്ച് കൊടുക്കണം. ഇത്രേ ഉള്ളൂ നമ്മുടെ പരിപാടി. അപ്പോൾ എൻ്റെ ചാനലിലെ വീഡിയോസൊക്കെ കണ്ടിട്ട് ഇഷ്ടമാകുവാണെങ്കിൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. അപ്പോൾ ഇതുവരെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്ത് എല്ലാവർക്കും നന്ദി. അപ്പോൾ എൻ്റെ ക്രാഫ്റ്റ് വീഡിയോ എല്ലാവരും ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കൂട്ടുകാർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം കേട്ടോ. പിന്നെ എൻ്റെ വീഡിയോസിൽ കാണുമ്പോൾ അതൊക്കെ ഇഷ്ടപ്പെടുവാണെങ്കിൽ നിങ്ങൾ കമൻറ്റിലൂടെ ഒക്കെ പറയണം കേട്ടോ. ഇനി നമ്മൾ ലീഫ് കൊടുത്തെടുക്കുകയാണ്. അപ്പോൾ ഗ്യാപ്പുള്ള ഭാഗമൊക്കെ നമ്മൾ കുറച്ചൊന്ന് ഫില്ല് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ അതിനകത്ത് നമ്മൾ ഇനി ഇതിന് പകരം വേണമെങ്കിൽ നമുക്ക് ഒരു ഗ്ലിറ്റർ കിട്ടും, ഗ്രീൻ കളറിലെ ഗ്ലിറ്റർ. അതാകുമ്പോൾ ഇങ്ങനെ പെയിൻ്റ് ഒന്നും ആയിട്ട് അടിക്കണ്ട, ഒരു ബോട്ടിലാണ് കിട്ടുന്നത്. ആ ബോട്ടിലൊന്ന് ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്ത് അവിടെ എല്ലാം ഒന്ന് തേച്ചാൽ ഇങ്ങനെ ഒന്ന് പുരട്ടി കൊടുത്താൽ മതിയാവും. അപ്പോൾ ഗ്രീൻ കളർ ആകുമ്പോൾ അതൊരു ഓൾറെഡി പശയും കൂടെ ചേർന്ന് വരുന്നതായതുകൊണ്ട് ഉണങ്ങി കഴിയുമ്പോഴത്തേക്കും നല്ല ഭംഗിയായിരിക്കും, കുറച്ച് ഷൈനിങ് ഒക്കെ കാണും. ഇതിപ്പോൾ ഷൈനിങ് ഒന്നുമില്ല, നോർമൽ അക്രിലിക് പെയിൻ്റ് ആയതുകൊണ്ട് വലിയ ഷൈനിങ് ഒന്നുമില്ല. പിന്നെ ഒട്ടും വെള്ളം ചേർക്കാതെ വേണം ഇത് അടിച്ചു കൊടുക്കാനായിട്ട് കേട്ടോ. അപ്പോൾ ഇത് നമ്മൾ ലീഫെല്ലാം ഒന്ന് വരച്ചെടുത്തിട്ടുണ്ട്. അവിടെ ഇവിടെയൊക്കെ കുഞ്ഞു കുഞ്ഞു ലീഫുകളൊക്കെ ഒന്ന് ഇടയ്ക്കുന്ന ഗ്യാപ്പുള്ളവിടെ നോക്കി ഒന്ന് വരച്ച് കൊടുക്കണം കേട്ടോ. അതൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടം പോലെ ചെയ്താൽ മതി കേട്ടോ. കുഞ്ഞുങ്ങളൊക്കെ അവധിയൊക്കെ കിട്ടുമ്പോൾ ഒന്ന് ചെയ്ത് നോക്കണം കേട്ടോ. അപ്പോൾ അടുത്തൊരു വീഡിയോ കാണുന്നവരെ ബൈ.